അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഫിഖ് ക്ലാസ് തുടരുന്നു. ഇന്ന് നമ്മുടെ പഠന വിഷയം ഫുറൂദുൽ വുദൂ, വുദൂവിൻ്റെ ഫർദുകളെ കുറിച്ചാണ്. വുദൂവിൻ്റെ നിർബന്ധ ഘടകങ്ങൾ, അതാണല്ലോ വുദൂവിൻ്റെ ഫർദുകൾ. അത് 6 ഫർദുകളാണ്. 1 നിയ്യത്ത്, 2 മുഖം കഴുകൽ, 3 കൈ രണ്ടും മുട്ടുൾപ്പെടെ കഴുകൽ, 4 തലയിൽ നിന്ന് അല്പം തടവൽ, 5 2 കാലുകൾ ഞെരിയാണി ഉൾപ്പെടെ കഴുകൽ, 6 തെർത്തീബ് വഴിക്ക് വഴി കൊണ്ടുവരൽ. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ നമുക്ക് ഓരോന്നും ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭാഷാർത്ഥം, അറബിയിൽ അതിൻ്റെ അർത്ഥം കരുതുക എന്നാണ്. എന്നാൽ ശറയിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു അമലിനെ, ആ അമലിനെ ചെയ്യലിനോടനുബന്ധിച്ചു കൊണ്ട് കരുതുക എന്നാണ്. ഇതിൻ്റെ തെളിവ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് എന്ന ഹദീസാണ്. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസുണ്ട്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, എല്ലാ അമലുകളും, തീർച്ചയായും അമലുകൾ സഹിയാവുന്നത് നിയ്യത്തുകൾ കൊണ്ടാണ് എന്ന ഒരു ഹദീസുണ്ട്. ഈ ഹദീസാണ് നിയ്യത്ത് ഫർദാണ് എന്നതിൻ്റെ അടിസ്ഥാനം. ഇനി എങ്ങനെയാണ് നമുക്ക് നിയ്യത്ത് ചെയ്യേണ്ടത്, എന്ത് ചെയ്യേണ്ട രൂപങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു 8ഓളം രൂപങ്ങൾ നമുക്ക് ഇപ്പോൾ പറയാം. 1 നവൈത്തുൽ വുദൂഇനെ ഞാൻ കരുതി. 2 നവൈത്തു അദാ അൽ വുദൂഇനെ വീട്ടുന്നു എന്ന് ഞാൻ കരുതി. 3 നവൈത്തു ഫർദൽ വുദൂഇൻ്റെ ഫർദിനെ ഞാൻ കരുതി. നവൈത്തു അദാ ഫർദിൽ വുദൂഇൻ്റെ ഫർദിനെ വീട്ടുന്നു ഞാൻ കരുതി. നവൈത്തു ഇസ്തിബാഹത്തു സ്വലാത്തി, നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് ഞാൻ കരുതി. നിസ്കാരത്തെ ഹലാലാക്കുന്നു, അല്ലെങ്കിൽ നിസ്കാരം പോലെ വുദൂ അത്യാവശ്യമുള്ള, വുദൂ കൂടാതെ സാധ്യമല്ലാത്ത അമലുകൾ ഹലാലാക്കുന്നു എന്ന് കരുതി എന്ന് നിയ്യത്ത് ചെയ്താലും മതി. 6 നവൈത്തു തഹാറത്തൽ സ്വലാത്തി, നിസ്കാരത്തിന് വേണ്ടി ഞാൻ ശുദ്ധിയാകുന്നു എന്ന് കരുതി. നിസ്കാരത്തിന് വേണ്ടി, അല്ലെങ്കിൽ നിസ്കാരം പോലത്തെ മറ്റു സംഗതി, തവാഫിന് വേണ്ടി, അല്ലെങ്കിൽ മുസാഫ് തൊടാൻ വേണ്ടി, അല്ലെങ്കിൽ ചുമക്കാൻ വേണ്ടി, അതായത് വുദൂ കൊണ്ടല്ലാതെ ഹലാലാകാത്ത കാര്യങ്ങൾ. ഇനി 7ാമത്തെ നവൈത്തു തഹാറത്ത് അനിൽ ഹദസി, അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാകുന്നു എന്ന് ഞാൻ കരുതി. 8ാമത്തെ നവൈത്തു റഫഅൽ ഹദസി, അശുദ്ധിയെ ഉയർത്തുന്നു എന്ന് ഞാൻ കരുതി. ഇങ്ങനെയുള്ള ഈ 8 നിയ്യത്തുകളിൽ പെട്ട ഏതെങ്കിലും ഒരു നിയ്യത്ത് ചെയ്താൽ മതി. പക്ഷേ നിത്യ അശുദ്ധിക്കാരനാണെങ്കിൽ അവസാനം പറഞ്ഞ 3 നിയ്യത്തുകൾ പറ്റുകയില്ല. അതായത് ഞാൻ നിസ്കാരത്തിന് വേണ്ടി ശുദ്ധിയാകുന്നു എന്ന് അവന് നിയ്യത്ത് ചെയ്യാൻ പറ്റില്ല, കാരണം അവൻ ശുദ്ധിയാകണില്ല. അതുപോലെ അശുദ്ധിയത്തോട് ശുദ്ധിയാകുന്നു, അതും പറ്റില്ല, കാരണം അവൻ അശുദ്ധിയൊന്നും ശുദ്ധിയാകണില്ല. അതുപോലെ നവൈത്തു റഫഅൽ ഹദസി, അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു, അതുമില്ല, അശുദ്ധിയെ ഉയർത്തുന്നില്ല, കാരണം അവൻ ഈ അശുദ്ധി ഇങ്ങനെ നിത്യമായി കൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ആദ്യം പറഞ്ഞ 5 നിയ്യത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു നിയ്യത്ത് അവൻ ചെയ്യണം. നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്നോ, അല്ലെങ്കിൽ വുദൂവിൻ്റെ ഫർദിനെ വീട്ടുന്നു എന്നോ, അല്ലെങ്കിൽ വുദൂവിനെ വീട്ടുന്നു എന്നോ, അങ്ങനെ ഏതെങ്കിലും ഒന്ന് അവൻ ചെയ്യണം. പിന്നെ പ്രത്യേകമായി പറയാനുള്ള വേറൊരു കാര്യം, നിയ്യത്ത് മുഖം കഴുകലിൻ്റെ ആദ്യത്തിനോട് യോജിച്ച് വരണം, കണക്റ്റാവണം. അത് നിർബന്ധമാണ്. ഇപ്പം മുഖം കഴുകുന്നതിൻ്റെ ആദ്യത്തിൽ നിയ്യത്തില്ല, അതിൻ്റെ മധ്യത്തിലാണ് ഉണ്ടായത് എങ്കിൽ ആദ്യം കഴുകിയത് വീണ്ടും ആവർത്തിച്ച് കഴുകേണ്ടതായി വരും.